ന്യൂ ബിഗിനിങ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സാക്ഷ്യത്തിൻ്റെ ബാക്കി ഭാഗം ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ വളരെയധികം സന്തോഷിക്കുന്നു. പ്രിയ ദൈവജനമേ, ദൈവം ഞങ്ങളെ ഉഗാണ്ടയിൽ കൊണ്ടുപോയ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ ദൈവജനമേ, നമുക്കെല്ലാവർക്കും പേടി സ്വപ്നമാണ് ഉഗാണ്ട എന്ന രാജ്യം. കാരണം ഇദി അമീൻ എന്നൊരു ഭരണാധികാരി ഭരിച്ച് കുപ്രസിദ്ധമാക്കിയൊരു രാജ്യമാണത്. എന്നാൽ നമ്മുടെ ദൈവം വലിയവൻ. എനിക്ക് ഉഗാണ്ടയുടെ മാപ്പ് ദർശനത്തിൽ കാണിച്ചു, ഒരു ദുബായ് ഒരു കോൺടാക്റ്റ് നൽകി ദുബായിലേക്ക് എന്നെ അയച്ചു. ദുബായിൽ കാലുകുത്തിപ്പോൾ വെറും 1500 ഇന്ത്യൻ രൂപയുള്ളൂ. ഉഗാണ്ടയ്ക്ക് 88,000 രൂപ ടിക്കറ്റിന് പൈസ വേണം. 88 രൂപ എൻ്റെ ATM ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അസംബ്ലി ഓഫ് ഗോഡിൻ്റെ ഏറ്റവും വലിയ പാസ്റ്ററെ കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം ഞങ്ങളെ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തെ കാണാൻ ഈ ചെന്നൈയിൽ വന്നിട്ട് 5 മിനിറ്റ് അപ്പോയിൻമെൻറ്റ് പോലും അദ്ദേഹത്തിൻ്റെ PA ഞങ്ങൾക്ക് തന്നില്ല. വളരെ നിരാശരായിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവം ഒരു ദുബായ് കോൺടാക്റ്റ് ഞങ്ങൾക്ക് നൽകി. ദുബായിൽ കാലുകുത്തിയപ്പോൾ വെറും 1500 രൂപ. പോകുന്നതിന് 4 ദിവസം മുമ്പ് എൻ്റെ പിതാവിന് ഒരു ആക്സിഡൻറ്റ് പറ്റി. എൻ്റെ പിതാവിനോട് ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യണം. ഷോൾഡർ ഒടിഞ്ഞു പോയി, പട്ടി ബൈക്കിൻ്റെ ഇടയ്ക്ക് ചാടി വീണിട്ട്. അങ്ങനെ പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് ദൈവം എന്നോട് പറഞ്ഞു, നിൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും സ്വന്തം ദേശത്തെയും വിട്ട് ഞാൻ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. പോയാൽ നിന്നെ അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും, നിൻ്റെ പേര് വലുതാക്കും. വേറെ വചനത്തോടെ എന്നോട് എവിടെയിട്ടു, എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിൻ്റെ ക്രൂശും എടുത്ത് എൻ്റെ പിന്നാലെ വരിക. എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നവൻ എൻ്റെ വേലയ്ക്ക് യോഗ്യനല്ല. അങ്ങനെ ചാലഞ്ച് നൽകിയപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ സമർപ്പിച്ചപ്പോൾ ദൈവം എൻ്റെ പപ്പയുടെ ചികിത്സയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. എൻ്റെ ആൻറ്റിമാർ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എന്നോട് ധൈര്യമായി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പപ്പേനെ മമ്മീനെ തമിഴ്നാട്ടിലെ പാളയംകോട്ടയിലാക്കി. അവിടെ ഒരു 7th ഡേ കാരി ആൻറ്റി ഉണ്ട്, എൻ്റെ മമ്മിയുടെ ഇളയ സിസ്റ്റർ. അവരുടെ ത്രൂവിലാണ് എൻ്റെ കുടുംബം ഈ സത്യം അറിയുവാനിടയാണ്. ഞങ്ങൾ പെന്തിക്കോസുകാരായിരുന്നു. പ്രിയ ദൈവമേ, ഞാൻ ദുബായിൽ ചെന്നപ്പോൾ ഞങ്ങൾ 3 ദിവസം കൈകോർത്ത് പ്രാർത്ഥിച്ചു. ഞാനും എൻ്റെ വൈഫും, കർത്താവേ, പപ്പ ആശുപത്രി കിടക്കുന്നു, ഉഗാണ്ട എന്ന ദരിദ്ര രാജ്യത്ത് പോയി പാവങ്ങളെ സഹായിക്കണം. ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ നെഗറ്റീവായ കൺസെപ്റ്റാണ്. പട്ടിണി പാവങ്ങളായ കുഞ്ഞുങ്ങളും മൺകുടിലുകളും ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. 14 ദിവസ ശുശ്രൂഷയിൽ ദൈവം ഞങ്ങളെ സമ്പന്നരാക്കി. ഞങ്ങൾ 50,000 രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ ഒരു 2.5 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ദൈവം ഒരുക്കി തന്നു. ധാരാളം ശുശ്രൂഷകളിലൂടെ ഞങ്ങൾ ചിൽഡ്രൻസ് മിനിസ്ട്രിക്കാരാണ്. പപ്പറ്റ് ഷോ, ഗോസ്പൽ ഹാൻഡ് ട്രിക്സ്, ക്രിസ്ത്യൻ ഹാൻഡ് ട്രിക്സ് എന്ന് പറയും, ആക്ഷൻ സോങ് സ്റ്റോറിയിലൂടെ ഞങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ദൈവം അനേകരെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഞങ്ങൾ ചോദിച്ചതിനും പല മടങ്ങ് ദൈവം ഞങ്ങൾക്ക് നൽകി. വേദപുസ്തകം പറയുന്നു, ആമേൻ, തന്നോട് യാചിക്കുന്നവർക്കൊക്കെ ദൈവം നൽകുവാൻ മഹാസമ്പന്നനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ എത്ര സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടി പോകുന്നെങ്കിലും നിങ്ങൾ വിശ്വാസത്തോടെ കൈകോർത്ത് ഐക്യതയോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിഷയത്തിനും ദൈവം വിടുതൽ നൽകും. ഹല്ലേലൂയ. അങ്ങനെ 14 ദിവസം കൊണ്ട് 2.5 ലക്ഷം രൂപയോ ഒരു 40,000 രൂപയുടെ ലാപ്ടോപ്പ്, ഡിജിറ്റൽ ക്യാമറ, ഇങ്ങനെ ഭൗതിക നന്മകളൊക്കെ നൽകി. ഒരു സെക്കൻഡ് ഹാൻഡും സാധാ മൊബൈലുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ദൈവം നല്ല സ്മാർട്ട് ഫോണൊക്കെ എനിക്ക് ദൈവം നൽകി. അങ്ങനെ ഉഗാണ്ടയിലേക്ക് പോകാൻ ദുബായ് എയർപോർട്ടിൽ വന്നപ്പോൾ ഒരു സംഭവം നടന്നു. ഞാൻ തള്ളിക്കൊണ്ടുപോയി ട്രോളിയുടെ ടയർ കറങ്ങുന്നില്ലായിരുന്നു. അതിൻ്റെ ട്രോളിയുടെ നോക്കിയപ്പോൾ നിറയെ ട്രോളികൾ സൈഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു ട്രോളിയിലേക്ക് എൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ഏറ്റവും മേളിൽ എൻ്റെ ടിക്കറ്റ്, പാസ്പോർട്ട്, വിസ എല്ലാം ഉണ്ടായിരുന്ന പാസ്പോർട്ട് ഇങ്ങനെ വെച്ചിരുന്നു. അത് ഞാൻ എടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് ഒരു കാലി വണ്ടി തള്ളിക്കൊണ്ടുവന്ന ആൾ ഓർത്തു ഇതും കാലിയാണെന്ന് പറഞ്ഞു. അത് അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കോർത്ത് അങ്ങനെ കൊണ്ടുപോക്കുള്ളൂ. ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ വണ്ടി കാണുന്നില്ല. ഏറ്റവും ബിസിയസ്റ്റ് എയർപോർട്ടാണ്. നദി പോലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങോട്ട് പോയി എൻ്റെ പാസ്പോർട്ടൊക്കെ ടിക്കറ്റ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ആ ട്രോളി ഏതാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒരു 1.5 മണിക്കൂർ ഭയങ്കര ആത്മീയ സംഘർഷത്തിൽ ഏർപ്പെട്ടു. ഞാൻ അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. എൻ്റെ വൈഫിനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ടിക്കറ്റും പാസ്പോർട്ടും വിസ ഇല്ലെങ്കിൽ ഒരു രാജ്യത്തേക്കും പോകാൻ പറ്റത്തില്ല, അവർ പിടിച്ച് ജയിലിലിടും. അങ്ങനെ ഒരു സാത്താൻ എങ്ങനെയെങ്കിലും ഈ പ്രദേശ് മോശയാത്രയിൽ സാത്താൻ തടസ്സം ഉണ്ടാക്കിയ പോലെ എന്നെ എങ്ങനെയെങ്കിലും അവിടെ ഇട്ട് കൊടുക്കാൻ നോക്കി. അങ്ങനെ ഞാൻ ഓടി വിഷമിച്ച് ഭയങ്കരമായിട്ട് പരവശം വന്ന് വെള്ളം ദാഹിച്ചപ്പോൾ ഇച്ചിരി വെള്ളം കിട്ടിയില്ല. ഞാൻ തലയിറങ്ങി വീഴുന്നു തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ട്രോളിയിൽ ആരോ ഒരു കുപ്പി വെള്ളം മറന്നു വെച്ചിരിക്കുന്നത് കണ്ടു. ആ വെള്ളം എടുത്ത് ഞാൻ കുടിച്ച് ആശ്വസിപ്പിച്ചു. അപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് പറയാം, നീ ഇവിടെ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ ഇതുവരെ ഞാൻ വീഡിയോ സിഗരറ്റോ തൊട്ടിട്ടില്ല. വേറെ വല്ല ആൾക്കാരേക്ക് മനുഷ്യന്ന് പറഞ്ഞു. സാത്താൻ എന്നെ കൊടുക്കാനായിട്ട് അങ്ങനെ അയാളിലൂടെ അങ്ങനെ ശ്രമിച്ചു. ഞാൻ അയാളെ ശാസിച്ചു വിട്ടു. അതിനുശേഷം ദൈവത്തിൻ്റെ ദൂതനെ പോലെ അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ പോലെ ഒരു ലേഡി എയർപോർട്ട് സ്റ്റാഫ്, ഒരു ഫിലിപ്പീനീസ് സ്ത്രീ അവിടെ വന്ന് ചോദിച്ചു, എന്ത് പറ്റി ബ്രദർ, എന്താണ് നിങ്ങൾ പരിശാൻ, എന്താണ് വിഷമിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ടിക്കറ്റ്, പാസ്പോർട്ടൊക്കെ ഞാൻ മിസ്സായിപ്പോയി, എന്ത് ചെയ്യണം? അപ്പോൾ അവർ പറഞ്ഞു, ഈ ഇരിക്കുന്ന എയർപോർട്ടിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ അറബി പോലീസിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ലോസ്റ്റ് ലഗേജ് എന്നൊരു കൗണ്ടറുണ്ട്, അവിടെ പോയി അന്വേഷിക്കുക, ഇവിടെ ആരോ ഒരാൾ കൊണ്ടുത്തന്നു, ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തു വിട്ടെന്ന് പറഞ്ഞു. ഒരു ആശ്വാസമായി. അങ്ങനെ അവിടെ ചെന്ന് 3 അണ്ടർഗ്രൗണ്ടിൽ 3-ാം നിലയിൽ അവിടെ ചെന്ന് ലോസ്റ്റ് ലഗേജ് കൗണ്ടറിൽ ചെന്ന് ക്യൂവിൽ നിന്ന്
ചെന്ന് ചോദിച്ചു, എൻ്റെ പാസ്പോർട്ട് കിട്ടിയോ, പേരെന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഷൈജു ജോർജ്. ഉടനെ അവർ ഹയേഴ്സ് ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞ് എടുത്തു വന്നു. അങ്ങനെ കറക്റ്റ് ഫ്ലൈറ്റിൽ കയറേണ്ട ആ കറക്റ്റ് പീക്ക് ടൈം എത്തിയിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഓടി കയറാൻ കഴിഞ്ഞു. അങ്ങനെ ഉഗാണ്ട എന്ന രാജ്യത്തെത്തിയപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങൾ മനസ്സിൽ നെഗറ്റീവ് കൺസെപ്റ്റായിരുന്നു. പക്ഷേ തനി കേരളം, ഡ്യൂപ്ലിക്കേറ്റ് കേരളം, വാഴയും കപ്പയും മാവും പ്ലാവും തേയിലയും കാപ്പിയുള്ള നല്ല ഗ്രീനറിയുള്ള വിക്ടോറിയ തടാകവും നൈൽ നദിയും ഒത്തിരി ലേക്കുകളും ഭൂമത്തിലേക്കൊക്കെ ഉള്ള മനോഹരമായ സ്ഥലമാണ്. ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ച്, ഇത്രയും നല്ലൊരു രാജ്യത്താണോ ദൈവമേ നീ എന്നെ കൊണ്ടുവന്നെന്ന് ചോദിച്ചിട്ട്. അവിടെ നല്ല റോഡുകളും നല്ല സ്നേഹമുള്ള ആൾക്കാരും, വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ കൺട്രി ഇൻ ദ ഈസ്റ്റ് ആഫ്രിക്ക എന്നറിയപ്പെടുന്നത്. നല്ല ക്ലൈമറ്റ്. അവിടെ ചെന്നപ്പോൾ ഞങ്ങളെല്ലാവരും മുസുങ്കു മുസുങ്കു എന്ന് വിളിക്കുക. മുസുങ്കു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ കൂട്ടുകാരെ? അത് സായിപ്പ എന്നാണ്, വെള്ളക്കാരാന്നാണ്. ഉഗാണ്ടയിലെ സായിപ്പാനുള്ള ഭാഗ്യം കിട്ടി. അവിടുത്തെ ദേവദാസന് ഞങ്ങൾക്ക് കിട്ടിയ പൈസയിൽ നിന്ന് ഞങ്ങൾ ഒരു 50,000 രൂപ, അതായത് $1,000 ഞങ്ങൾ കൊടുത്തു. ആക്ച്വലി ഞങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹം എപ്പോഴും എഴുതുമായിരുന്നു, ഒരു സെക്കൻഡ് ഹാൻഡ് കാറെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞങ്ങൾ വിശ്വാസത്തിൽ എഴുതി, നമ്മുടെ ദൈവം വലിയവൻ, നമുക്ക് കാറൊക്കെ തരും, വിശ്വസിക്കുക പാസ്റ്റർ എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് പുള്ളി യൂറോപ്പിലെ ഒരു മാസത്തേക്ക് പോയിരുന്നു, ഞങ്ങൾ ദുബായിലും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കുവാൻ ഇടയായി. അത് ഞാൻ ചെല്ലുന്നതിന് മുമ്പേ അഡ്വാൻസ് കൊടുത്ത് ഒരു കാർ മേടിച്ചിരുന്നു. ഈ കാറിൻ്റെ കാര്യം പറഞ്ഞാൽ 2006 ഞാൻ ലക്നൗവിലിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, 97 മരണക്കിടക്കയിൽ അവിടെ നിന്ന് എനിക്ക് ദർശനം നൽകി. ഒരു 2,000 രൂപ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പാസ്പോർട്ട് എടുക്കാമായിരുന്നു. അതുപോലും ഞങ്ങൾക്ക് വകയില്ല, ചെറിയ സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടത് 14 സുന്ദരനായ യേശു എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് എനിക്ക് ദർശനത്തിൽ കാണുവാനിടയായി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ, ലെഫ്റ്റ് കയ്യിൽ പണക്കെട്ടുകളും റൈറ്റ് സൈഡിൽ ഒരു ജാപ്പനീസ് കാറും നിൽക്കുന്നത് കണ്ടു. ഇത് ഞാൻ ചോദിച്ചു, ഇത് എന്താണ്? യേശു ചിരിച്ചുകൊണ്ട് നിനക്കാന്നിങ്ങനെ ആക്ഷൻ കാണിച്ചു. അത്രേ എനിക്ക് അറിയുള്ളൂ. പക്ഷേ അതുപോലെ തന്നെ ഞങ്ങൾ പണം കൊടുത്തപ്പോൾ ആ പാസ്റ്റർ ഇതുപോലെ പൈസ എക്സ്ചേഞ്ച് ചെയ്ത് ഇത്രയും പണമായിട്ട് വന്നത്. കാരണം നമ്മുടെ 2.5 ലക്ഷം രൂപ ഉഗാണ്ടയിലെ 1 കോടി ഷില്ലിങ്സാണ്, 40 മടങ്ങാണ്. അങ്ങനെ കോടീശ്വരനായാണ് ദൈവം ഞങ്ങളെ ഇറക്കിയത്. 100 രൂപ ഇല്ലായിരുന്നു ഞങ്ങളെ. ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ ലീഡർമാർ കൈവിട്ടപ്പോൾ വേദപുസ്തകം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിലും യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അങ്ങനെ 2009 തുടങ്ങിയ വിശ്വാസയാത്ര 8 പ്രാവശ്യം ഉഗാണ്ടയിൽ പോയി. അതുപോലെ അയൽ രാജ്യമായ റുവാണ്ട, അതുപോലെ കെനിയ, എത്യോപ്യ, ഈ രാജ്യങ്ങളൊക്കെ കാണുവാനുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് നൽകി. അനേകരോട് സുവിശേഷം അറിയിക്കാൻ, ചാരിറ്റി വർക്ക് ചെയ്യാൻ, സ്കൂൾ പണിയാൻ, ചർച്ച് പണിയാനൊക്കെ ഈ കിട്ടിയ പൈസയിലൂടെ, ഗൾഫിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന നന്മയിലൂടെ അനേകരെ സഹായിപ്പാൻ ദൈവം ഇടയാക്കി. അങ്ങനെ തിരിച്ച് ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് വന്നു. ദൈവം എന്നോട് പറഞ്ഞു, വെസ്റ്റ് ബംഗാളിൽ പോയി കർത്താവിൻ്റെ വേല ചെയ്യാൻ. അവിടെ ഒരു വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം ഗുജറാത്തിൽ പോയി വർക്ക് ചെയ്യാൻ ദൈവം ഇടയാക്കി. പിന്നെ അതിനുശേഷം ബോംബെയിലേക്ക് പോകാൻ പറഞ്ഞു. ഇങ്ങനെ വ്യത്യസ്ത പട്ടണങ്ങളിലൊക്കെ ദൈവം ഉപയോഗിച്ചു. അതിനുശേഷം ബീഹാർ എന്ന നേരത്തെ ഞാൻ വർക്ക് ചെയ്ത ജെംസ് എന്ന പ്രസ്ഥാനത്തിലേക്ക് വീണ്ടും മടങ്ങി പോകാൻ ദൈവം ഞങ്ങൾക്ക് നിയോഗം നൽകി. അവിടെ ചെന്നപ്പോൾ വീണ്ടും ചിൽഡ്രൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോർഡിനേറ്ററായിട്ട് മുസഫർപൂർ എന്നൊരു പട്ടണത്തിൽ ഞങ്ങളെ ആക്കി. ആ പട്ടണം വലിയൊരു പട്ടണമാണ്. ധാരാളം സ്കൂളുകളിൽ ദൈവം ഞങ്ങൾക്ക് ഓപ്പണിംഗ് നൽകി. എവിടെ നിന്നാലും അല്പത്തിൽ വിശ്വസ്തനായാൽ ദൈവം നമ്മളെ അധികത്തിൽ വിശ്വസ്തനാക്കും. ഓർക്കാപ്പുറത്തൊരു പ്രൊമോഷൻ കിട്ടി. സ്റ്റേറ്റ് കോർഡിനേറ്ററായിട്ട് ഹിന്ദി ചർച്ചസ് അലയൻസിൻ്റെ 1200 ചർച്ചും 3500 മിഷനറികളുള്ള വലിയൊരു പ്രസ്ഥാനത്തിൽ ഹെഡ് ക്വാർട്ടറിലേക്ക് ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി. അവിടെ ഞങ്ങൾ കർത്താവിൻ്റെ വേല ഒരു പൈനീർ മിഷനറിയായിട്ട് ആ ഹിന്ദി ചർച്ചസ് അലയൻസിൻ്റെ വേദപുസ്തകം പറയുന്നു, വീട് പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് തലയ്ക്ക് മൂലക്കല്ലാക്കി മാറ്റും. അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആ ജെംസിലെ ലീഡേഴ്സ് എന്നെ പുറന്തള്ളിയതാണ് ഒരു കാലത്ത്. എന്നാൽ അതേ സ്ഥാനത്ത് ദൈവം എന്നെ മൂലക്കല്ലായി മാറ്റി തൻ്റെ നാമത്തിനു വേണ്ടി ഉപയോഗിച്ചു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ആരും നമ്മളെ തകർക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ 2017 നാട്ടിലേക്ക് വരുവാൻ ഇടയായി. അതിനു മുമ്പ് ദൈവനോട് പറഞ്ഞു, അവളെ വിട്ട് പുറത്തു പോകുക. ആമേൻ. ആ പ്രസ്ഥാനത്തിൽ, വലിയ പ്രസ്ഥാനത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ചില കറപ്ഷൻസൊക്കെ കണ്ട് മടുത്തിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, അവളെ വിട്ട് പുറത്ത് വരിക, കം ഔട്ട് ഫ്രം ഹർ. അങ്ങനെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. അപ്പോൾ ഒരു 7th ഡേയുടെ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുവാനിടയായി. ആ കൺവെൻഷനിൽ കർത്താവിൻ്റെ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിച്ചു. അതുവരെ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം അപ്പം നുറുക്കി എന്ന് പറഞ്ഞ ഞായറാഴ്ച ആരാധിച്ചെന്ന് പറഞ്ഞ് ഞാൻ ആ വചനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞായറാഴ്ച ആരാധനയ്ക്ക് പ്രൂഫില്ല. ഒരു കൽപ്പന തെറ്റിച്ചാൽ സകല കൽപ്പനകളും തെറ്റിക്കുന്നതിന് തുല്യമാണെന്നും, ഒന്നടിച്ചു വെച്ചാൽ സ്വർഗ്ഗരാജ്യത്തിൽ ചെറിയവരെന്ന് വിളിക്കപ്പെടുമെന്നുള്ള, അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു പറയുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ കള്ളനാകുന്നു എന്ന വചനം എന്നെ സ്പർശിച്ചു. അങ്ങനെ ഞാൻ ഈ സത്യത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചു വന്നു. 2018 ഞാൻ സ്നാനം എടുത്തു. നമ്മുടെ 7th ഡേ സഭയിൽ മാവേലിക്കരയിൽ വെച്ച്. അതിനുശേഷം ഞാൻ കേരളത്തിൽ വലിയ പ്രളയമുണ്ടായപ്പോൾ അഡ്രയുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായിട്ട് ഒരു 1.5 കോടിയുടെ ഒരു പ്രോജക്റ്റായിരുന്നു. 3000 കുടുംബങ്ങൾക്ക് 5000 രൂപ വിലയുള്ള കിറ്റുകൾ കൊടുക്കുന്നതിൽ ഭാഗമാകുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു.
പ്രിയ ദൈവമേ, ദൈവം നമ്മുടെ അവൈലബിലിറ്റിയാണ് നോക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചാൽ ദൈവം നമ്മളെ കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യിക്കും. ആമേൻ. 100 രൂപ ഇല്ലായിരുന്നു എന്നോട്, ആമേൻ, ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ കോടികളുടെ പ്രോജക്റ്റ് കൈകാര്യം ചെയ്യുവാൻ, അനേകർക്ക് പ്രയോജനമാകാൻ എന്നെ ഉപയോഗിച്ച ദൈവം നിന്നെ ഉപയോഗിക്കും. ഗോഡ് വാണ്ട്സ് യു. ആമേൻ. നിന്നെ സമർപ്പിക്കുമോ? നിന്നെ സമർപ്പിച്ച ദൈവം നിന്നെ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ ഉപയോഗിക്കും. ആമേൻ. പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വാരിക്കുമോ വത്സല? മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. സർവ്വതും സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ചാരന്മാരെ വരിക്കുമോ വത്സല? മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വിളിച്ചാൽ, ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വിളിച്ചാൽ, സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ചാരന്മാരെ വരിക്കുമോ വത്സല? മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ചാരന്മാരെ വരിക്കുമോ വത്സല? മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനം. ഈ ഒരു 2024 നമ്മെ വിട്ട് കടന്നു പോവുകയാണ്. 2025 പ്രാരംഭ വേളയിൽ ആയിരിക്കുന്നതായ നമ്മെ ദൈവം തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി എന്നുള്ളതായ നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച്
ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നിങ്ങൾ ഹോപ്പ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു എന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുകയാണ്. തുടർന്നും നിങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു വർഷം നേരുന്നു. എല്ലാ പുതുവത്സരത്തിൻ്റെ നന്മകളും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അല്പമായി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ പുതിയ ആരംഭങ്ങൾ അഥവാ പുതിയ തുടക്കം എന്നുള്ളതായ ഒരു തലക്കെട്ടോടുകൂടിയാണ് നാം ഈ കാലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം പോകുന്നത് പുതിയ ആരംഭങ്ങളുടെ ദൈവം എന്നുള്ളതായ വിഷയത്തെ ആധാരമാക്കിയാണ്. ഗോഡ് ഓഫ് ന്യൂ ബിഗിനിങ്സ്, പുതിയ ആരംഭങ്ങളുടെ ദൈവം. ദൈവമാണ് നമുക്ക് എല്ലാം നൽകുന്നത്. എല്ലാത്തിൻ്റെയും ആരംഭം, എല്ലാത്തിൻ്റെയും മൂലകാരണം ദൈവമാണ് എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കുകയും ചില കാര്യങ്ങൾ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് തന്നെ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ പ്രസംഗത്തിന് ശക്തി കൂട്ടും എന്നുള്ളതിന് സംശയമില്ല. അനേക ദൈവമക്കൾ കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രാർത്ഥിച്ചു. ദൈവം എന്നെയും ജീവനോടെ ഈ ഭൂമിയിൽ ശേഷിപ്പിക്കുന്നു. അതിന് ഞാൻ ദൈവത്തിന് നന്ദിയുള്ളവനായി ജീവിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നതിന് മുൻപായി വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം നമുക്ക് വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം, 22, 23 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ ഇപ്രകാരം പറയുന്നു: നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതും ആകുന്നു. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു. അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. പ്രിയ ദൈവമക്കളെ, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് വിലാപങ്ങളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാം നോക്കുമ്പോൾ നമ്മളെക്കാൾ ശക്തിയുള്ളതായ ആൾക്കാർ, നമ്മളെക്കാൾ ബലവാന്മാരായ ആൾക്കാർ, നമ്മളെക്കാൾ ഒരുപക്ഷെ കാര്യശേഷിയുള്ളതായ ധാരാളം പേർ ഈ 2024 മുഴിപ്പിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടില്ല. 2025 നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മെ പരിപാലിക്കുന്നു എന്ന് നമുക്ക് സുനിശ്ചിതമായി വളരെ തിട്ടത്തോടുകൂടെ നമുക്ക് പറയുവാൻ തക്കവണ്ണം സാധിക്കും. കാരണം ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നാം ജീവിക്കുന്നത്. ദൈവകൃപ നമ്മെ നയിക്കുന്നത് കൊണ്ട് നമുക്ക് ഓരോ ദിവസവും ആരംഭിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇവിടെ വേദപുസ്തകത്തിൽ പറയുന്നത്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. നാം ഓരോ ദിവസവും ചിന്തിക്കുമ്പോൾ, ദൈവമേ ഞാൻ പാപിയാണ്, ഞാൻ കൊള്ളരുതാത്തവനാണ്, എന്നിരുന്നാലും ദൈവം എന്നെ നടത്തുന്നല്ലോ. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് പ്രെയർ. കാരണം ദൈവത്തിൻ്റെ ശക്തിയാലാണ് നാം നടത്തപ്പെടുന്നത്, നാം നയിക്കപ്പെടുന്നത് എന്നുള്ളതായ ചിന്ത തന്നെ ദൈവത്തിന് നാം കൊടുക്കുന്നതായ ആരാധനയാണ്. നമ്മുടെ ശക്തി കൊണ്ടല്ല, നമ്മുടെ മഹത്വം കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രാപ്തി കൊണ്ടോ ഒന്നുമല്ല. ദൈവം നമ്മെ നടത്തുന്നു, ദൈവം നമ്മെ നയിക്കുന്നു, ദൈവത്തിൻ്റെ കൃപ നമ്മെ പരിപാലിക്കുന്നു എന്നുള്ളതാണ് അതിലെ വസ്തുത. അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതും ആകുന്നു. അത് രാവിലെ തോറും പുതിയതാകുന്നു. ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപ അത് പുതിയതായി തന്നെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. 2024 നമ്മെ വിട്ട് കടന്നുപോയി. 2025 ആരംഭ നാളുകളിലായിരിക്കുന്നതായ നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് പറയാം, ദൈവമേ ഈ 2025 ഒരു പുതിയ കൃപയുടെ തുടക്കമായിരിക്കണമേ. ഒരു പുതിയ തുടക്കം ദൈവത്തോടു കൂടെ ചേർന്ന് തുടങ്ങുവാൻ എന്നെ സഹായിക്കണമേ. ഞാൻ മുടിഞ്ഞു പോകാതെ എന്നെ നിത്യവും പരിപാലിക്കേണ്ടതിന് അങ്ങയുടെ കൃപ എന്നെ വഴി നടത്തണമേ എന്ന് നമുക്ക് വളരെ വ്യക്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം പോകുന്നത് തുടക്കങ്ങളുടെ അഥവാ ആരംഭത്തിൻ്റെ ദൈവം എന്നുള്ളതിനെക്കുറിച്ചാണ്. ദൈവത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. നമുക്ക് ഒരു പുതിയ ആരംഭം ഉണ്ടാകണമെങ്കിൽ, നമുക്കൊരു തുടക്കമുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നാം ദൈവത്തോടു കൂടെ ആരംഭിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 17-ാം വാക്യം ഇപ്രകാരം പറയുന്നു. വളരെ സുപരിചിതമായ വാക്യമാണ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ
അവൻ പുതിയ സൃഷ്ടി ആകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ക്രിസ്തുവിലാകാത്തിടത്തോളം കാലം അവൻ പഴയത് തന്നെയാണ്. ക്രിസ്തുവിലായിക്കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. അപ്പോൾ ദൈവത്തോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ദൈവമാണ് നമ്മെ പുതുതാക്കുന്നത് എന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നവർ വാസ്തവമായി അറിഞ്ഞിരിക്കേണ്ടതായ ഒരു വസ്തുത, ഇതാ കർത്താവിൽ ചേർന്നിരിക്കുന്നതായ ഒരു വ്യക്തിയെ കർത്താവ് തന്നെ പുതിയത് ആക്കി തീർത്തിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെയും ഉണ്ടായിട്ടുണ്ടാകാം. ഒരുപക്ഷെ നാം ചിന്തിച്ചിട്ടുണ്ടാകാം, ഓരോ വർഷവും ഞാൻ പുതിയ തീരുമാനങ്ങളെടുത്ത് പുതിയ വ്യക്തിയായി ജീവിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. അതിനു മുൻപ് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനമേറ്റ് സഭയോട് ചേർന്നതായ സമയത്ത് നാം ചിന്തിച്ച്, ദൈവമേ, ഞാൻ നിൻ്റെ വഴിയിൽ നടക്കും, നീ അടിയനോട് കൽപ്പിക്കുന്നത് പോലെ ഞാൻ കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ നാം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ നാം ഇന്ന് 2025 പ്രാരംഭ കാലഘട്ടങ്ങളിൽ, പ്രാരംഭ നാഴികകളിൽ നിൽക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, എത്രയോ പ്രാവശ്യം നാം നമ്മുടെ ആ തീരുമാനങ്ങളിൽ നിന്ന് പിന്നോക്കം പോയി. എത്രയോ പ്രാവശ്യം ആ തീരുമാനങ്ങൾ എന്താണ് എന്ന് പോലും അറിയാതെ നാം സാധാരണ ജീവിതം നയിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ദൈവം നമ്മെ നടത്തും, ദൈവം നമ്മെ നയിക്കും എന്നുള്ളതായ ചിന്തയൊക്കെ നമുക്ക് ഉണ്ടായിട്ടും നാം ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം കൊടുക്കാതെ നമ്മുടേതായ ജീവിത രീതികളിൽ ഏർപ്പെടുന്നതായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ, എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങളെ ക്രിസ്തുവിൽ ആകുവാൻ തക്കവണ്ണം ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. കാരണം ക്രിസ്തുവിൽ ആയി എങ്കിൽ മാത്രമേ ഒരുവന് പുതിയ സൃഷ്ടിയാകുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ക്രിസ്തുവാണ് ഒരു വ്യക്തിയെ പുതുതായി സൃഷ്ടിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം യിരെമ്യാവിൻ്റെ പ്രവചനം വായിക്കുമ്പോൾ പറയുന്നത്, ഞാൻ ഇസ്രായേൽ മക്കളോട് പുതിയൊരു നിയമം ചെയ്യുന്നതായ കാലം വരും, ഞാൻ എൻ്റെ ന്യായപ്രമാണങ്ങളെ ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് മാംസളമായ ഹൃദയം കൊടുക്കും, കല്ലായുള്ളതായ ഹൃദയങ്ങളെ ഞാൻ എടുത്തു മാറ്റും, ഞാൻ അവനെ രൂപാന്തരപ്പെടുത്തും, ഞാൻ അവനെ മാറ്റും, ഒരു പുതിയ വ്യക്തിയായി ഞാൻ തീർക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഇസ്രായേൽ ഗൃഹത്തിൽ ഉൾപ്പെടുന്നതായ നമ്മോട് ദൈവം പറയുകയാണ്, ഇതാ അവൻ സകലവും പുതുതാക്കുന്നു. നാം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം വായിക്കുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സകലവും പുതിയതാക്കുന്നു, പഴയത് കടന്നുപോയി, ഇനി പഴയതൊന്നും ഓർക്കുകയില്ല, പഴയതൊന്നും അവിടെ ഇല്ല. കാരണം ദൈവം പുതിയതാക്കിയിരിക്കുകയാണ്. ദൈവം നമ്മിൽ പുതുതായി സൃഷ്ടിക്കണമെങ്കിൽ നാം ക്രിസ്തുവിൽ ആകേണ്ടതായ ആവശ്യമുണ്ട്. നാം പഴയ നിയമ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം പരിശോധിക്കുകയാണ് എങ്കിൽ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്, ദൈവം സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു. സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് എല്ലാം നല്ലത് എന്ന് കണ്ടു. ദൈവം ചീത്തയായി ഒന്നും തന്നെ സൃഷ്ടിച്ചില്ല. മനുഷ്യന് ഉപകാരമില്ലാത്തതായി ഒന്നും തന്നെ സൃഷ്ടിച്ചില്ല. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലത് എന്ന് കണ്ടു. ഓരോ ദിവസത്തെയും 1, 2, 3, 4, 5, 6, 7 ദിവസങ്ങൾ എന്ന് എണ്ണുകയും ചെയ്തു. എന്നാൽ പാപം മനുഷ്യനിൽ കടന്നു വന്നപ്പോൾ, പാപം ഈ ലോകത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം കെൽപ്പുള്ളതായി ഭൂമിയിൽ കടന്നു വന്നപ്പോൾ, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഉള്ളതായ എല്ലാത്തിനും കേടുപാട് സംഭവിച്ചു, കോട്ടം സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. വേദപുസ്തകം പറയുന്നത്, കർത്താവ് പുതിയതായി വീണ്ടും സൃഷ്ടിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. നാം ഉൽപ്പത്തി പുസ്തകം 9, 10, 11 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദൈവം ഒരു വലിയ ജലപ്രളയം വരുത്തി ഈ ലോകത്തിൽ പാപം നിറഞ്ഞതായ അവസ്ഥ മാറ്റുന്നതിന് വേണ്ടി ഒരു കഴുകൽ പ്രക്രിയ ദൈവം ആസൂത്രണം ചെയ്തു. എന്നാൽ ആ കഴുകൽ പ്രക്രിയയിൽ മൂക്കിൽ ജീവശ്വാസമുള്ളതായ എല്ലാം ചത്തുപോയി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. 8 പേർ നിലനിന്നു. 8 പേർ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം പറഞ്ഞതിനനുസരിച്ച് ജീവിച്ച് അവർ രക്ഷ പ്രാപിച്ചു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. സകലവും നശിച്ചു പോകുമ്പോൾ, സകലവും മാറിപ്പോകുമ്പോൾ, സകലവും നമ്മിൽ നിന്ന് നീക്കപ്പെടുമ്പോഴും ക്രിസ്തുവിൽ ആയവൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ
നാം അറിയുന്നതായ അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ ജീവിതങ്ങളെ വ്യതിയാനപ്പെടുത്തിയതായ, ദൈവം മാറ്റിയതായ ജീവിതങ്ങളുടെ ഉടമകൾ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. അവർ ഒരുപക്ഷെ ദൈവം അവരിൽ പ്രക്രിയ ചെയ്യാതിരുന്നുവെങ്കിൽ, ദൈവം ക്രിയ ചെയ്യാതിരുന്നുവെങ്കിൽ അവരുടെ ജീവിതം ഇന്നും പാഴും ശൂന്യവുമായി തീർന്ന് അങ്ങനെ നശിച്ചു പോകുമായിരുന്നു. എന്നാൽ ദൈവം പിടിച്ചതുകൊണ്ട്, ദൈവം തൊട്ടതുകൊണ്ട്, ദൈവം പുനർസൃഷ്ടിച്ചതുകൊണ്ട് ഇന്ന് അനേകർ നല്ല ജീവിതം, നിത്യതയിലേക്കുള്ളതായ യാത്രയിലായിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഒരുപക്ഷെ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതായ നിങ്ങൾ ഓരോരുത്തരും, ഈ വചനം സംസാരിക്കുന്നതായ ഞാനും അപ്രകാരം നശിച്ചു പോകേണ്ടുന്നവനായിരുന്നു. എന്നാൽ ദൈവം എന്നെ പിടിച്ചു, ചേർത്തു, ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. അവൻ പുതുതായി സൃഷ്ടിച്ചു, പഴയത് എടുത്തു കളഞ്ഞു. ഇന്ന് ദൈവം നമ്മോട് അരുളി ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഇതാ ഞാൻ സകലവും പുതിയതാക്കുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവ് യേശു ക്രിസ്തുവിനോട് ചേർന്നുവെങ്കിൽ മാത്രമേ, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ മാത്രമേ കർത്താവിന് അവനെ പുതുതായി സൃഷ്ടിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ഞാൻ ക്രിസ്തുവിനുള്ളതും ഞാൻ സാത്താനുള്ളതുമാണ് എന്ന് വെച്ച് രണ്ട് സ്ഥലത്ത് കാല് വെച്ച് നിന്നു കഴിഞ്ഞാൽ, ഏലിയാ പ്രവാചകൻ പറഞ്ഞതുപോലെ, നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാല് വയ്ക്കും? നിങ്ങൾ ദൈവത്തെ നമസ്കരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തെ നമസ്കരിക്കുക. നിങ്ങൾ ബാലിനെ നമസ്കരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ബാലിൻ്റെ പക്ഷത്ത് ആയിത്തീരുക. നിങ്ങൾക്ക് രണ്ട് സ്ഥലത്ത് നിൽക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. ഒന്നുകിൽ ക്രിസ്തുവിൻ്റെ പക്ഷത്ത്, അല്ലെങ്കിൽ സാത്താൻ്റെ പക്ഷത്ത്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നത്, ദൈവത്തിൻ്റെ പക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട്, ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗരാജ്യം വരുവോളം വളരുവാനാണ് ദൈവം നമ്മോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുന്നത്. ജോർജ് മുള്ളർ എന്ന് പറയുന്നതായ ഒരു പ്രാർത്ഥന മനുഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ ദൈവമില്ലാത്തവനെന്നും ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു കൊണ്ടുമൊക്കെ ജീവിച്ചവനാണ്. എന്നാൽ ദൈവം അദ്ദേഹത്തെ പിടിച്ചു, വലിയ ഒരു പ്രാർത്ഥനാ വീരനാക്കി ജോർജ് മുള്ളറെ മാറ്റി. ജോർജ് മുള്ളർ എന്നിട്ട് അനാഥരായ അനേക കുട്ടികളെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ താമസിപ്പിച്ചു. അദ്ദേഹം മരിക്കുന്നതായ സമയത്ത് ഏകദേശം 2000-ഓളം അനാഥ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ വസതിയിൽ, അദ്ദേഹത്തിൻ്റെ ഓർഫനേജിൽ ഉണ്ടായിരുന്നു എന്നാണ് നാം അദ്ദേഹത്തിൻ്റെ ജീവിത കഥ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ളതായ ഒരു മദ്യപാനിക്ക് വേണ്ടി 38 വർഷം പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ മദ്യപാനിയുടെ മദ്യപാനം മാറ്റിക്കൊടുക്കണമേ. ഓരോ വർഷവും ഓരോ ദിവസവും ഇദ്ദേഹം ഈ മദ്യപാനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മദ്യപാനി മനസ്സിലാക്കി, ജോർജ് മുള്ളർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇദ്ദേഹം മദ്യപാനം വർദ്ധിപ്പിച്ചു. ജോർജ് മുള്ളറുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല, ആ പ്രാർത്ഥന ദൈവം കേൾക്കണ്ട എന്നുള്ള ചിന്തയിൽ ഈ മദ്യപാനം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കവേ 38 വർഷങ്ങൾക്ക് ശേഷം, അഥവാ ജോർജ് മുള്ളർ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയതിന് 38 വർഷത്തിന് ശേഷം ജോർജ് മുള്ളർ മരിച്ചു. ജോർജ് മുള്ളറിൻ്റെ ശവശരീരം അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ഈ മദ്യപാനി ജോർജ് മുള്ളർ മരിച്ച വിവരം അറിഞ്ഞ് ഈ ജോർജ് മുള്ളറിൻ്റെ ശവശരീരത്തിൽ കാലിൽ വന്ന് പിടിച്ചിട്ട് പറയുകയാണ്, കഴിഞ്ഞ 38 വർഷം ഈ മനുഷ്യൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഇന്നുവരെയും മദ്യപാനം മാറ്റിയില്ല. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ മദ്യപാനം ഉപേക്ഷിക്കുകയാണ്. ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കുകയില്ല. എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദര, കഴിഞ്ഞ അനേക വർഷങ്ങൾ കൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ മാറ്റുവാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ മാറ്റുവാൻ, കല്ലായുള്ള ഹൃദയങ്ങളെ മാംസള ഹൃദയമാക്കുവാൻ, ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവരെ ദൈവത്തെ അറിയണമേ എന്ന് നാം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കാം. എന്നാൽ നാളിതുവരെ അതിനൊരു ഉത്തരം ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ അതിന് നിരാശപ്പെട്ടു പോകണ്ട, നിങ്ങൾ വിട്ടുകളയരുത്. നിങ്ങൾ തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നാം ക്രിസ്തുവിൽ വസിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ നാം ക്രിസ്തുവിൽ നമ്മുടെ പ്രത്യാശയും നമ്മുടെ ആശയും വയ്ക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഒരുപക്ഷെ നാം മരിച്ചു കഴിഞ്ഞാലും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും നാം ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവരെ രൂപാന്തരപ്പെടുത്തി മാറ്റി ദൈവത്തിന് കൊള്ളാകുന്നവരാക്കി തീർക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. കാരണം ദൈവം നമ്മുടെ പ്രാർത്ഥന സദാകാലവും ശ്രദ്ധിക്കുന്നു, സദാകാലവും നമുക്ക് ഉത്തരം നൽകുന്നു. നാം ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ എന്ത് യാചിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകാം, എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ യാചിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. കർത്താവിനോടുകൂടെ ചേരുവാൻ, കർത്താവിനോടുകൂടെ ജീവിക്കുവാൻ, കർത്താവിനോടുകൂടെ പുതിയ തുടക്കം കുറിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇന്ന് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, കർത്താവിനോട് പറയുക. ഒരു സുഹൃത്ത് എന്ന പോലെ
നിങ്ങൾ ഒരു സ്നേഹിതനോട്, ഒരു സ്നേഹിതയോട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത് പോലെ കർത്താവിനോട് പറയുക, കർത്താവേ, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, ഞാൻ ഇന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, നീ പ്രാർത്ഥന കേൾക്കണമേ, യാചന കേൾക്കണമേ, എനിക്ക് നീ എൻ്റെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഉത്തരം നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം നമുക്കൊരു പുതിയ തുടക്കം നൽകും, നമുക്ക് ഒരു പുതു ജീവൻ നൽകുവാൻ തക്കവണ്ണം കർത്താവ് തീർച്ചയായും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. രണ്ടാമതായി ഇന്ന് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്, കർത്താവ് യേശു ക്രിസ്തുവാണ് നമുക്ക് സകലവും നൽകുന്നത്. കർത്താവ് യേശു ക്രിസ്തു നൽകിയിട്ടല്ലാതെ നമുക്കൊന്നും ലഭിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ ഭൂമിയിൽ ഉളവായതെല്ലാം ആ വചനം മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായത് അല്ല. ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ടോ, എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ, എന്തൊക്കെ നൽകപ്പെട്ടിട്ടുണ്ടോ, അതെല്ലാം കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് ലഭിച്ചത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നാം അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ, കർത്താവ് ദൈവത്തോടുള്ളതായ സമത്വം മുറുകെ പിടിക്കാതെ അവൻ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വിളങ്ങി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നമ്മെ രക്ഷിക്കുന്നതിനു വേണ്ടി, നമുക്ക് രക്ഷ നൽകുന്നതിന് വേണ്ടി, നമ്മെ നിത്യജീവനിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടി കർത്താവ് തൻ്റെ ഉന്നത സ്ഥായി ഭാവം വെടിഞ്ഞ് ഭൂമിയിൽ ഒരു ദാസരൂപമെടുത്ത് മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്ന് നമുക്ക് വേണ്ടി മരിച്ചവനായ നമ്മുടെ കർത്താവ്, ആ കർത്താവ് നമുക്ക് എന്തെങ്കിലും നൽകാതെ നമുക്കൊന്നും ലഭിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും ഒരുപോലെ മഴയും സൂര്യനെയും അയക്കുന്നത് നമ്മുടെ സർവ്വശക്തനായ ദൈവമാണ്. ഒരുവൻ ദുഷ്ടനായതുകൊണ്ട് അവന് മഴ കൊടുക്കില്ല, അവന് സൂര്യപ്രകാശം കൊടുക്കില്ല എന്ന് നമ്മുടെ കർത്താവ് പറയുന്നില്ല. ആ ദുഷ്ടനായ മനുഷ്യനെയും ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് വിളിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി, അവനെ ചേർക്കുന്നതിന് വേണ്ടി ദൈവം കാത്ത് സൂക്ഷിക്കുകയാണ്. ദൈവം അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപക്ഷേ ആ കാത്തിരിപ്പ് നമ്മുടെ കർത്താവ് എനിക്കും നിനക്കും വേണ്ടി ചെയ്യാതിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് ദൈവത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുമായിരുന്നില്ല. ഞാനും അന്യനും പരദേശിയുമായിരുന്നു. നാം എല്ലാവരും വാഗ്ദത്തത്തോട് അകന്ന് ഇരുന്നവരായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. കർത്താവിൻ്റെ ആ മരണത്താൽ നമ്മെ ദൈവവുമായി അടുപ്പിക്കുവാൻ തക്കവണ്ണം സാധ്യമായി. ആ കർത്താവിൻ്റെ കാരുണ്യത്താലാണ് നാം ഇന്ന് ജീവിക്കുകയും ചരിക്കുകയും ഇന്ന് വിശ്വാസത്തിൽ ജീവിക്കുകയും ചെയ്യുന്നത്. ആയതുകൊണ്ട് കർത്താവ് നമുക്ക് നൽകിയിട്ടല്ലാതെ നമുക്കൊന്നും ലഭിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഞാൻ 2 കാര്യങ്ങൾ നിങ്ങളോട് പറയുകയുണ്ടായി. ഒന്ന്, നമുക്ക് പുതുതായി ജനിക്കണമെങ്കിൽ നാം ക്രിസ്തുവിൽ ആയിത്തീരേണ്ടുന്നതായ ആവശ്യമുണ്ട്. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ മാത്രമേ അവൻ പുതിയ സൃഷ്ടി ആകുന്നുള്ളൂ. ക്രിസ്തുവിൽ ആയില്ല എങ്കിൽ അവൻ പഴയ സൃഷ്ടിയായി തന്നെ തുടരും. അവന് മാറ്റമോ രൂപഗുണമോ ഉണ്ടാകുകയില്ല. അവനെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം സാധ്യം ആവുകയുമില്ല. എന്നാൽ ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് എല്ലാം മാറിപ്പോയി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവാണ് നമുക്ക് സകലവും നൽകുന്നത്. നമുക്ക് പുതിയ ചിന്തകൾ, പുതിയ ജീവിതം, പുതിയ ആരംഭമെല്ലാം നൽകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്ക് പുതുതായി കർത്താവിനോട് കൂടെ നടക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കർത്താവിനോട് പറയുക, കർത്താവ്, എനിക്ക് നിന്നോട് കൂടെ നടക്കുവാൻ തക്കവണ്ണം ആഗ്രഹമുണ്ട്. എനിക്ക് ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ തക്കവണ്ണം ആഗ്രഹമുണ്ട്. പഴയ ജീവിതങ്ങളൊക്കെയും കർത്താവെ നഷ്ടവും നാശവും വിതച്ചവയായിരുന്നു. എന്നാൽ എനിക്ക് നിന്നോടുകൂടെ നടന്ന് എൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ, എനിക്ക് മറുകരയെത്തുവാൻ, കർത്താവെ അങ്ങയോടൊപ്പം ജീവിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മെ കൈപിടിച്ച് മറുകരയിൽ എത്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവിന് സാധ്യമായി തീരും. മൂന്നാമതായി ഞാൻ നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്, നാം നമ്മുടെ പഴയകാല ജീവിതങ്ങളെ മറന്നു കളയണം. പ്രത്യേകിച്ച് നമ്മുടെ നിരാശയുടെ,
പരാജയങ്ങളുടെ, അപജയങ്ങളുടെ പഴയ കാലത്തെ നാം മറക്കേണ്ടത് ഉണ്ട്. നാം അവ മറന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ മുന്നേറുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ഇവിടെ യെശയ്യാവിൻ്റെ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുന്നത്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. കർത്താവ് പുതിയ ഒരു കാര്യം ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഒന്നുമില്ലാത്തതായ സ്ഥലത്ത് നിന്ന് ജീവനുണ്ടാക്കുന്നതായ നമ്മുടെ കർത്താവ് പറയുകയാണ്, ഞാനിതാ ഒരു പുതിയൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം പോവുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവ് പുതിയത് നമുക്ക് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം പോകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മൾ പഴയത് മറന്നു കളയണം. യെശയ്യാവിൻ്റെ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം പറയുന്നത്, മുമ്പേയുള്ളവയെ ഞാൻ ഓർക്കേണ്ട, മുമ്പേ ഉള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടേ ഉള്ളവയെ നിരൂപിക്കുകയും വേണ്ട. മുമ്പേ ഉള്ളതിനെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടേ ഉള്ളതിനെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട, നിങ്ങളുടെ ചിന്തയിൽ പോലും വരണ്ട. കാരണം നമുക്ക് പണ്ട് പാപബന്ധനങ്ങളുണ്ടായിരുന്നു, രക്ഷയ്ക്ക് ഒരു ഓഹരിയുമില്ലായിരുന്നു, നാം നമ്മുടെ പാപങ്ങളിൽ പരിലസിച്ചിരുന്നു, നമുക്ക് ക്രിസ്തുവിൻ്റെ ജീവിതം അന്യമായിരുന്നു, രക്ഷയ്ക്ക് യാതൊരു അവകാശവുമില്ലാത്തവരായി നാം ജീവിച്ചിരുന്നു. എന്നാൽ ഇന്ന് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് ജീവനും ചൈതന്യവും പുതുക്കത്തിൻ്റെ ആത്മാവും തന്ന് നമ്മെ ദൈവത്തിൻ്റെ ഭാഗത്ത് നിർത്തിയിട്ട് പറയുകയാണ്, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുകയാണ്, ഞാനിതാ എൻ്റെ നീതിയുടെ വസ്ത്രം ഞാൻ നിനക്ക് നൽകുന്നു, നീ എൻ്റേതും ഞാൻ നിൻ്റേതും ആയിത്തീരുകയാണ്. മക്കളും പ്രിയമക്കളുമായി വിളിച്ചു ചേർത്തിരിക്കപ്പെട്ടതായ നമ്മോട് ദൈവം പറയുകയാണ്, ഞാനിതാ പുതിയത് നിന്നിൽ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. പുതിയ ഹൃദയത്തെ സൃഷ്ടിക്കും, പുതിയ ആത്മാവിനെ നമുക്ക് നൽകും, പുതിയ നാമം നമുക്ക് നൽകും, ജീവൻ്റെ പേരും നമുക്ക് നൽകും. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടിരിക്കുന്നതായ നിങ്ങൾക്കെല്ലാവർക്കും ആശ്വാസപ്രദമായി ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നമ്മുടെ പണ്ടുള്ളതായ പരാജയങ്ങളെ മറന്നു കളയുക. നമ്മെ പുറകിലോട്ട് വലിച്ചതായ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. നാം നമ്മുടെ തീരുമാനങ്ങൾ കാരണം പരാജയം സംഭവിച്ചതായ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, യു ഫർഗെറ്റ് ദോസ് ബാഡ് പാസ്റ്റ്. നമ്മുടെ മോശമായ പഴയ ജീവിതത്തെ പൂർണ്ണമായും മറന്നു കളയുക. അങ്ങനെ മറന്നു കളയുകയാണ് എങ്കിൽ ദൈവം നമുക്ക് പുതിയത് ഒന്ന് ചെയ്യുവാൻ തക്കവണ്ണം പോവുകയാണ്. പുതിയവ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തരും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നാം വേദപുസ്തകം പരിശോധിക്കുന്നതായ സമയത്ത് ഇത്തരത്തിൽ പരാജയങ്ങളുടെ ഒരു വലിയ ഘോഷയാത്രയിലൂടെ കടന്നുപോയതായ ധാരാളം പേരെ വേദപുസ്തകം പറയുന്നു. നാം ഇയ്യോബിൻ്റെ പുസ്തകം പരിശോധിച്ച് നോക്കുമ്പോൾ നീതിമാനായ ഇയ്യോബ്, ദോഷം വിട്ട അകന്നവൻ, നേരുള്ളവൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാനായിരുന്നതായ ഇയ്യോബ് വളരെ കഷ്ടതയിലൂടെ കടന്നുപോയി. ആ കഷ്ടതയിലൂടെ കടന്നുപോയപ്പോൾ ഇയ്യോബ് തന്നെ ദൈവം നടത്തിയെന്നും തന്നെ ദൈവം ഇനിയും നടത്തും എന്നുള്ളതായ വിശ്വാസത്തിൽ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഇയ്യോബിന് സർവശക്തനായ ദൈവം ശക്തിയും ബുദ്ധിയും ബലവും നൽകിയതുകൊണ്ട് ഇയ്യോബിനെ പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം സാധിച്ചു. എൻ്റെ കർത്താവിനെ ഞാൻ കാണും, എൻ്റെ കർത്താവിനെ ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണും. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ചു പോയാലും, എൻ്റെ ശരീരം ഇങ്ങനെ മണ്ണോട് ചേർന്ന് പോയാലും ഒടുവിൽ എൻ്റെ പ്രിയൻ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ആ പൊടിമേൽ നിൽക്കുന്നതായ എൻ്റെ പ്രിയനെ ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണും എന്നുള്ളതായ ആ ശുഭ പ്രത്യാശ ഇയ്യോബിന് വരുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത് ഇയ്യോബ് കർത്താവിൽ പ്രത്യാശ വെച്ചതുകൊണ്ടാണ്. അവൻ ക്രിസ്തുവിൽ ആയിരുന്നത് കൊണ്ടാണ്. ക്രിസ്തു അവൻ്റെ എല്ലാം ആയിരുന്നത് കൊണ്ടാണ് ഇയ്യോബിന് അത്തരത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം സാധിച്ചത്. എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദര, നമ്മുടെ ജീവിതത്തിലുള്ളതായ പരാജയങ്ങൾ എന്തെല്ലാമാണ്? നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ എന്തെല്ലാമായിരുന്നു? ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം തടസ്സമായി നിൽക്കുന്നതായ പ്രതികൂലമായ സാഹചര്യം എന്താണ്? ഒരുപക്ഷെ ദൈവത്തിനു വേണ്ടി നിലകൊള്ളണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോഴും ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ നമ്മെ പരീക്ഷിക്കുവാനും നമ്മെ നശിപ്പിക്കുവാനും തക്കവണ്ണം അനേക പ്രലോഭനങ്ങൾ നമ്മുടെ കൺമുൻപിൽ കൊണ്ടുവന്നിട്ട് നമ്മെ നശിപ്പിച്ചതായ ചരിത്രം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്,
നാം ക്രിസ്തുവിൽ ആയിത്തീരുക. ക്രിസ്തു നമുക്ക് സകലവും നൽകുന്നവനാകുന്നു. ആ ക്രിസ്തു നമ്മോട് പറയുകയാണ്, നീ നിൻ്റെ പഴയ പരാജയങ്ങളെ മറന്നു കളയുക. യു ഫൊർഗെറ്റ് യുവർ ഓൾഡ് പാസ്റ്റ്. നീ നിൻ്റെ പഴയ ആ നശിച്ച പാസ്റ്റിനെ നീ മറന്നു കളയുക. അങ്ങനെ നീ മറന്നു കളയുവാൻ തക്കവണ്ണം തയ്യാറായാൽ ഞാനിതാ പുതിയത് ഒന്ന് നിനക്ക് നൽകുവാൻ തക്കവണ്ണം പോവുകയാണ്. നീ ഓർത്തിരിക്കുവാൻ തക്കതായ പ്രതിഫലം ഞാൻ നിനക്ക് നൽകുകയാണ് എന്ന് പറയുകയാണ്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ യോസെഫിൻ്റെ കഥ നമുക്ക് വളരെ സുപരിചിതമാണ്. യോസെഫ് സത്യത്തിനു വേണ്ടി നിലകൊണ്ടു. പോത്തിഫോറിൻ്റെ ഭവനത്തിലും ഫറവോൻ്റെ കാരാഗ്രഹത്തിലും ഒക്കെയും യോസെഫ് നീതിമാനായിരുന്നു. അവൻ അറിഞ്ഞതായ സത്യത്തിനനുസരിച്ച് ദൈവം നൽകിയതായ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ വിശ്വസ്തനായി നിലകൊണ്ടു. അവന് താൽക്കാലികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ പിന്നത്തേതിൽ അവൻ വിജയശ്രീലാളിതനായി ആ രാജ്യത്തിലെ മന്ത്രി പദത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം ഒരു അടിമയായ മനുഷ്യനെ ദൈവം എടുത്ത് വിനിയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മളാരും അടിമകളല്ല. എന്നാൽ സ്വതന്ത്രരായിരിക്കുന്നതായ നമ്മെ ദൈവം എത്ര അധികം ഉയർത്തും. ദൈവം നമ്മിൽ ഒരു പുതിയ സൃഷ്ടി നടത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പരാജയങ്ങളെ വിജയങ്ങളാക്കി തീർക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് നമ്മെക്കൊണ്ട് ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിൽ എല്ലാവർക്കും അറിയാവുന്നതായ മറ്റൊരു കഥാപാത്രമുണ്ട്, മോശയുടെ കഥ. മോശ രാജകൊട്ടാരത്തിൽ 40 വർഷം വളർന്നു. പിന്നെ 40 വർഷം ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവമക്കളോടുകൂടെ കഷ്ടം സഹിക്കുവാൻ മോശ തിരഞ്ഞെടുത്തു എന്നാണ്. നമ്മളാരും കഷ്ടം സഹിക്കുവാൻ തക്കവണ്ണം കഷ്ടത തിരഞ്ഞെടുക്കാറില്ല. നാം നന്മയും നല്ലതും സുഖലോലുപതയും മാത്രമാണ് നാം എപ്പോഴും തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. എന്നാൽ മോശ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ പിന്തുടരണമെന്ന ചിന്തയുള്ളത് കൊണ്ട് അവൻ ദൈവമക്കളോടൊപ്പം കഷ്ടത അനുഭവിക്കുവാൻ തക്കവണ്ണം ജീവിതത്തിൽ തിരഞ്ഞെടുത്തു. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം ഇന്ന് നടത്തുന്നതായ തീരുമാനം എന്താണ്? നാം ക്രിസ്തുവിൽ ജീവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ അപജയങ്ങളെയും പരാജയങ്ങളെയും ഒക്കെയും പിൻപറ്റി ക്രിസ്തുവിലേക്ക് നമുക്ക് നോക്കുവാൻ തക്കവണ്ണം സാധിക്കുമോ? അപ്പോസ്തലനായ പൗലോസ് വേദപുസ്തകത്തിൽ പറയുന്നത്, എനിക്ക് ലാഭമെന്ന് ഞാൻ എണ്ണിയിരുന്നതൊക്കെ ഞാൻ ചപ്പും ചവറും എന്ന് എണ്ണുകയാണ്. എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങളുടെ ഭാവി കാലത്ത്, നിങ്ങളുടെ പൂർവ്വകാലത്ത് നിങ്ങൾ ചിന്തിച്ചിരുന്നതായ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഞാൻ ചെയ്തതായ കാര്യങ്ങളൊക്കെയും വിഡിതമായിരുന്നു, അത് നല്ല കാര്യങ്ങളായിരുന്നില്ല, അത് എൻ്റെ പരിചയക്കുറവ് കൊണ്ടായിരുന്നു, പലപ്പോഴും അത് എൻ്റെ മാനസിക സംഘർഷം കാരണമാണ് ഞാനതൊക്കെ ചെയ്തു പോയത് എന്ന് പറഞ്ഞ് പലപ്പോഴും നാം നമ്മെ തന്നെ കുറ്റം വിധിക്കുന്നതായ അവസ്ഥകളുണ്ട്. എൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ളതായ ഒട്ടനവധി സംഭവങ്ങളുണ്ട്. അവയിലൊന്നും ഞാൻ ചങ്കൂറ്റം കൊള്ളുന്നില്ല. എന്നാൽ എൻ്റെ കർത്താവ് എന്നെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് കർത്താവിനോട് കൂടെ നടക്കുവാൻ, ഒരു പുതിയ ജീവിതത്തിനുടമയായി തീരുവാൻ, ഒരു പുതിയ വഴി തിരഞ്ഞെടുത്ത് കർത്താവ് യേശുക്രിസ്തുവിനോട് കൂടെ നടക്കുവാൻ തക്കവണ്ണം ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ നിൽക്കുന്നതായ നിങ്ങളും അപ്രകാരം കർത്താവ് യേശുക്രിസ്തുവിനോട് കൂടെ നടക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കങ്ങനെ ഒരു പുതിയ ജീവിതം നയിപ്പാൻ, ഒരു പുതിയ തുടക്കം കുറിച്ചുകൊണ്ട് കർത്താവിനോട് കൂടെ നടക്കുവാൻ, പുതിയവ ചെയ്യുന്നതായ ദൈവത്തോടു കൂടെ നടക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നോടൊപ്പം കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ വചനം കേൾപ്പിച്ച വലിയ ദയക്കായി സ്തോത്രം. കർത്താവേ, അങ്ങയോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളിൽ ഒരു പുതിയ സൃഷ്ടിപ്പ് നടത്തുമാറാകണമേ. ഞങ്ങളുടെ ജീർണിച്ച അവസ്ഥകളൊക്കെയും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി കർത്താവേ, അങ്ങ് ഞങ്ങളിൽ പുതിയ ആത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കല്ലായുള്ളതായ ഹൃദയങ്ങളെ എടുത്തു മാറ്റി മാംസളമായ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ വചനങ്ങളെ അടിയങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിത്യവും നിന്നോടുകൂടെ നടക്കുവാൻ, കർത്താവിൻ്റെ വഴിയിൽ നടക്കുവാൻ ഞങ്ങളെ ശീലിപ്പിക്കണമേ. ഞങ്ങളെ ശ്രീലാളിതരായി ഞങ്ങളെ വിജയോത്സവത്തിലൂടെ അങ്ങ് നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനം കേട്ടതായ പ്രിയപ്പെട്ട എല്ലാവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങൾ ഈ ഒരു വർഷവും ഞങ്ങളുടെ പുതിയ തീരുമാനങ്ങളോടുകൂടെ നിന്നോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് വീണ്ടും വരുന്നവനായ യേശുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.